Hi everyone, it's me Momsy. Welcome to Beyond Book Series Day 22. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പുസ്തകങ്ങൾക്കും ജോലി തിരക്കുകൾക്കൊക്കെ അപ്പുറം നമ്മളിലെ മനുഷ്യനെ കുറിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വലിയൊരു പരാജയത്തിൽ വിഷമിച്ചു നിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് എന്താണ് പറയാറുള്ളത്? സാരമില്ല, പോട്ടെ, നമുക്ക് നോക്കാം, ഒക്കെ ശരിയാകും, ഇതൊന്നും നിന്റെ കുഴപ്പമല്ലല്ലോ, നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ ചേർത്ത് പിടിക്കാറല്ലേ പതിവ്. എന്നാൽ അതേ തെറ്റ് അല്ലെങ്കിൽ അതേ പരാജയം നമ്മളിൽ സംഭവിച്ചാലോ, നമ്മൾ നമ്മളോട് തന്നെ അത്രയും സ്നേഹത്തോടെ സംസാരിക്കാറുണ്ടോ? അതോ ഞാൻ എന്തിനും കൊള്ളാത്തവളാണ്, എനിക്കൊന്നിനും ഒരു കഴിവുമില്ല, എനിക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം മുറിവേൽപ്പിക്കാറാണോ ചെയ്യാറ്? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് കമ്പാഷൻ അഥവാ സ്വയം കരുണ കാണിക്കുക എന്ന ഒരു ടൂളിനെ കുറിച്ചിട്ടാണ്. ഒരു മെന്റർ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ വീഴ്ച പറ്റുമ്പോൾ തകർന്നു പോകുന്ന ഒരുപാട് ആളുകളെ. അവർ ആ ഒരു പരാജയത്തെ അവരുടെ വ്യക്തിത്വത്തിന്റെ പരാജയമായി കാണുന്നു. എന്നാൽ പരാജയപ്പെടുക എന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനുഷ്യരാണ്, അല്ലെ? റോബോട്ടുകളല്ല. നമുക്ക് തളർച്ചകൾ വരാം, വീഴ്ചകൾ വരാം, ചിലപ്പോൾ തോറ്റുപോകും, ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതൊന്നും നമ്മൾ മോശം വ്യക്തിയായത് കൊണ്ടല്ല. പലപ്പോഴും വീടിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തം സ്വപ്നങ്ങൾക്കായി സമയം കണ്ടെത്താൻ കഴിയാത്ത അമ്മമാരോടും സ്ത്രീകളോടുമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതിനൊന്നും കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ വലിയ കുറ്റബോധം പേറുന്നുണ്ടാകാം. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആ കുറ്റബോധം, ആ ഒരു ഗിൽട്ട് നിങ്ങളെ ഒന്നിനും സഹായിക്കില്ല. അത് നിങ്ങളെ കൂടുതൽ തളർത്തുകയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കടുത്ത ശത്രുവിനെ പോലെ പെരുമാറുന്നത് നിർത്തി ഒരു നല്ല ഫ്രണ്ടിനെ പോലെ പെരുമാറി തുടങ്ങും. ഇന്ന് എനിക്ക് പറ്റിയില്ല, പക്ഷെ സാരമില്ല, ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, നാളെ എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം പറഞ്ഞു നോക്കൂ. സ്വയം സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരിലോട്ട് ആ സ്നേഹം പകരാൻ കഴിയൂ. നിങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ പഠിക്കുക. We are not perfect, but we are definitely growing. സ്വയം കരുണ കാണിക്കുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു കരുത്താണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ഊർജം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് ഉണ്ട്. നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു മൊമെന്റ് ഉണ്ടായാൽ ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് നിങ്ങൾ ആ സമയത്ത് എന്താണ് ചെയ്യാറുള്ളത്, അവരോട് എന്താണ് പറയാറുള്ളത്, അത് നിങ്ങളോട് തന്നെ മനസ്സിനുള്ളിൽ ഉറക്കെ പറയുക. ഈ ലോകത്തിന് മുഴുവൻ നിങ്ങൾ നൽകുന്ന സ്നേഹത്തിൽ നിങ്ങളുടെ പേരും കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. യു ഡിസേർവ് യുവർ ഓൺ ലവ് ആസ് മച്ച് ആസ് എനിവൺ എൽസ്. സോ നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ പെരുമാറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഐ ലവ് മൈസെൽഫ് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും വീഡിയോസിനായിട്ട് കാത്തിരിക്കും.